അങ്ങനെ എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കൊറിയർ വന്നിട്ടുണ്ട്. പ്ലാന്റ് വേറൊന്നുമല്ല, സ്റ്റാർ സീനിയ. സ്റ്റാർ സീനിയ അങ്ങനെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അധികം വീഡിയോസും റീൽസും ഒന്നും അതിനെ വെച്ചിട്ട് കണ്ടിട്ടില്ല. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ആഹാ, പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, മഴയൊന്നും ബാധിച്ചിട്ടേ ഇല്ല. ഇതിൻ്റെ പാക്കിങ് നല്ല രസമാണ്. ഈ ചേച്ചി പാക്ക് ചെയ്ത് വിടുന്നത് നല്ല രസമാണ് കാണാൻ. എപ്പോഴും ഒരു സേഫ് പാക്കിംഗ് ആയിരിക്കും, നമുക്ക് ഡാമേജ് ഒന്നും വരില്ല. നല്ലോണം വേര് പിടിച്ച ചെടിയാണ് അയച്ചു തന്നേക്കുന്നത്. പ്രത്യേകിച്ച് പോട്ടിംഗ് മിക്സ് ഒന്നും ഞാനിപ്പം ചെടി നടുമ്പോൾ ചെയ്യത്തില്ല. ഞാൻ സാധാരണ മണലിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പോട്ടിൽ മെറ്റലൊക്കെ താഴത്തെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ മണൽ നിറച്ചിട്ട് അതിൻ്റെ മേലെയാണ് ചെടി നടുന്നത്. ചെടി നടുന്നതിന് മുമ്പ് ഞാൻ ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പൊതിഞ്ഞ് വിടുന്ന ആ പോട്ടിംഗ് മിക്സ് ഞാൻ വാഷ് ചെയ്ത് കളയും. എല്ലാവരും പറയും, ഇപ്പോൾ പറയുന്നേക്കാം നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയാൽ നമ്മളത് പൊട്ടിച്ച് കളയണ്ട, അതിൽ നിന്നല്ലേ ചെടി വളർന്നത്, അപ്പോൾ വേറെ ഡാമേജൊന്നും ആവില്ല, ചെടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ 2-3 തവണ വാങ്ങി അങ്ങനെ നട്ടിട്ടും എൻ്റെ ചെടിയൊക്കെ നശിച്ചുപോയി. അപ്പം ഞാൻ പിന്നെ ഇത് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി വെക്കും. അപ്പോൾ ഇതൊന്ന് ലൂസായി കഴിയുമ്പോഴത്തേക്കും അത് തന്നെ അങ്ങ് അടന്ന് പൊക്കോളും. അപ്പോൾ വേരിന് അങ്ങനെ പൊട്ടിപ്പോകത്തില്ല, ഡാമേജൊന്നും വരത്തുമില്ല. ഇത് വേരൊക്കെ പൊട്ടിപ്പോകുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പ്ലാന്റ് കേടായി പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൽ ആ പോട്ടിംഗ് മിക്സൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് ഞാൻ ആ ചെടി പോട്ടിലേക്ക് വെക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തണലത്തോട്ട് മാറ്റി വെക്കുന്നു. എനിക്ക് ഇതിൻ്റെ വേറെ ഒരു കളറുണ്ട്. ഇപ്പോൾ പൂവുള്ളത് ഈ ഒരു ലൈറ്റ് യെല്ലോ ആണ്. കണ്ടില്ലേ, നല്ല രസമില്ലേ പൂക്കൾ കാണാൻ. ഇതുപോലെ വൈബ്രൻറ്റ് കളേഴ്സ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും വീട്ടിൽ നിറച്ചിങ്ങനെ പൂവുണ്ടായാൽ.